ഒരു നിത്യമായ സന്തോഷമുണ്ട്, ഒരു നിത്യമായ ജീവിതമുണ്ട്. ആ നിത്യതയിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്ന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായമാണ്. യേശുക്രിസ്തുവിനെ രാജാവായി വർണ്ണിച്ചിരിക്കുന്ന മത്തായി ഉപദേശ വിഷയങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സുവിശേഷമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22-ാം അധ്യായം തന്നെ അതിലധികം പ്രാധാന്യമുള്ള വിഷയങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, പഠിക്കുവാനായിട്ട് കഴിയും. 1 മുതൽ വായിക്കുമ്പോൾ കർത്താവ് കല്യാണ വിരുന്നിന്റെ ഉപമയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന കാണുവാൻ കഴിയും. 15 മുതൽ കൈസറിന് കരം കൊടുക്കേണ്ടുന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 23 മുതൽ പുനരുത്ഥാനം സംബന്ധിച്ച സദൂക്യരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന വിഷയത്തെ നമുക്ക് കാണുവാൻ കഴിയും. 34 മുതൽ അവർക്ക് പഴയ നിയമത്തിൽ കൊടുത്ത 10 കൽപ്പനകളെ ക്രോഡീകരിച്ച് പുതിയ നിയമത്തിൽ അതിനെ 2ആയി ഏറ്റവും മൂല്യമേറിയതായി വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമയത്തിന്റെ പരിധി മൂലം നമുക്ക് പൂർണ്ണമായി ഇത് വിവരിപ്പാൻ കഴിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ച ഒരു വേദഭാഗത്തിലേക്ക് വേഗത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തെ കുറിച്ച് വിശ്വാസമില്ലാത്ത, ആത്മാവിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത സദൂക്യരുടെ ചോദ്യത്തിന് കർത്താവായ യേശുക്രിസ്തു മറുപടി പറഞ്ഞ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ദൈവവചനത്തെക്കുറിച്ചും ആത്മാവിന്റെ ശക്തിയെക്കുറിച്ചും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. ഒരു നിത്യതയിൽ നിന്ന് അകന്നു പോകുന്ന, നിത്യ ജീവനിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് കർത്താവ് ഓർപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നിത്യതയിൽ നിന്ന് അകന്നു പോകുവാനുള്ള 2 കാരണങ്ങളാണ് ദൈവവചനത്തെ നമ്മൾ ഓർപ്പിക്കുന്നത്. ദൈവവചനത്തെ അറിയാതിരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഉയർപ്പിന്റെ ശക്തിയെ, ദൈവാത്മാവിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നാം നിത്യതയിൽ നിന്ന് അകന്നു മാറുകയാണ്. പൂർണ്ണമായി വിവരിപ്പാൻ കഴിയത്തില്ല. എങ്കിലും ദൈവവചനത്തെ കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാഴ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചൊല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും വിവേചിക്കുന്നതും ആകുന്നു എന്നാണ് ദൈവവചനത്തെ കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദൈവവചനത്തിന് ജീവിതത്തിന്റെ ചിന്തകളെ വിവേചിപ്പാൻ കഴിയും. അത് നമ്മുടെ അവസ്ഥകളെ വിവേചിപ്പാൻ കഴിയും, അവസ്ഥകളെ അറിയുവാൻ കഴിയും. ആ ദൈവവചനത്തെ മുറുകെ പിടിപ്പാൻ നാം തയ്യാറാകുമ്പോൾ അത് നമ്മളോട് സംസാരിപ്പാൻ ഇടയാകും, അത് നമ്മളെ ബലപ്പെടുത്തുവാൻ ഇടയാകും. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവീയ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുവാൻ ഇടയാകും. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നത് അത് എന്നോട് പറഞ്ഞ ദൈവവചനം എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്. അത് എനിക്ക് യഹോവ എന്റെ ഇടയൻ എനിക്കായി മാറുമ്പോഴാണ് അത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദൈവവചനം ജീവനും ചൈതന്യവും നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൈതന്യം, ഈ ലോകത്തിലെ കോടികൾ സമ്പാദിച്ചാൽ, ചിലപ്പോൾ ഒത്തിരി അറിവ് ഉണ്ടായാൽ, ഒത്തിരി നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടതായി തീർന്നാലും നമുക്ക് സമാധാനമില്ലെങ്കിൽ, ദൈവിക ചൈതന്യമില്ലെങ്കിൽ നമ്മൾ ശൂന്യത എന്ന് പറയുന്ന വലിയൊരു അന്ധകാര മേഖലയിലേക്ക് കടന്നു പോകും. എന്നാൽ ഇവിടെ വായിക്കും ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്നതാണ്, അത് ചൈതന്യം നൽകുന്നതാണ്. അതറിയാതെ പോകുമ്പോൾ നാം തെറ്റിപ്പോകുന്നു, നിത്യതയിൽ നിന്ന് അകന്നു പോകുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തെ മുറുകെ പിടിക്കാം, ദൈവവചനത്തിന്റെ ശക്തിയെ മുറുകെ പിടിക്കാം. 2, അതിന്റെ ആത്മാവിന്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയാതെ തെറ്റിപ്പോകുന്നു. തിരുവചനം വായിക്കുമ്പോൾ ഒത്തിരി വാക്യങ്ങൾ ഈ ആത്മാവിന്റെ ശക്തിയെ അറിയാതെ തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എങ്കിലും പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് അളവറ്റതാണ്. നാം എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ, എത്രത്തോളം അതിനുവേണ്ടി ദാഹിക്കുന്നുവോ, അത് നമ്മൾ വ്യാപരിച്ചു കൊണ്ടിരിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആ ദൈവവചനത്തിന് വേണ്ടി
ദാഹിക്കാം, ആ ആത്മാവിന്റെ ശക്തിക്കായി ദാഹിക്കാം, ആ ദൈവകൃപയോട് നമുക്ക് അടുത്തു ചെല്ലാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിത്യതയോട് ഒരു പടിയും കൂടെ അടുത്ത് നിൽക്കുവാനായിട്ട് കഴിയും. പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അല്ലെങ്കിൽ എനിക്കൊരു ഉയർപ്പില്ല, എനിക്ക് ഉയർത്തെഴുന്നേൽക്കണ്ട എന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ദൈവവചനത്തെ കുറിച്ചും ആഴമായി ചിന്തിക്കേണ്ട കാര്യമില്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് മരണത്തിനപ്പുറം ഒരു നിത്യമായ സന്തോഷമുണ്ട്, ഒരു നിത്യമായ ജീവിതമുണ്ട്. ആ നിത്യതയിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്ന് നാം ആഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ നമുക്ക് ദൈവവചനത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മശക്തിയെ ആഴമായി വിശ്വസിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയും. അത് ശൂന്യതകളെ മാറ്റുവാൻ കഴിയും, നമ്മുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ കഴിയും, നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്തുവാൻ ആത്മശക്തിക്ക് കഴിയും. അതുകൊണ്ട് അത് അറിയാതെ പോകുമ്പോൾ നമ്മൾ തെറ്റിപ്പോകുന്നു. ആ തെറ്റിപ്പോകുന്നകത്ത് എല്ലാം ഉണ്ട്. അത് ദൈവവചനത്തെ കുറിച്ച് അറിയാതെ പോകുമ്പോൾ, ദൈവശക്തിയെ കുറിച്ച് അറിയാതെ പോകുമ്പോൾ ചെറിയ ചെറിയ പാറകള്, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പെറുപെറുത്തു പോകും. എന്നാൽ ദൈവവചനത്തെയും ദൈവശക്തിയെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ബോധ്യത്തോടെ ദൈവത്തെ ഉയർത്തുവാൻ ഇടയാകും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ദൈവവചനത്തെ ആഴമായി അറിയുവാൻ ഇടയാകട്ടെ, ദൈവശക്തിയെ ആഴമായി അറിയുവാൻ ഇടയാകട്ടെ, അതുമൂലം നിത്യതയോട് അടുക്കുവാൻ ഇടയാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.